ലോക ഫുട്ബോൾ ഒന്നടക്കം ആകാംക്ഷയോടെ കാത്തിരുന്ന പോരാട്ടമായിരുന്നു റൗണ്ട് ഓഫ് 32-വിലെ ബ്രസീൽ vs ജപ്പാൻ പോരാട്ടം. ഏഷ്യൻ വമ്പന്മാരായ ജപ്പാനെ വീഴ്ത്തിക്കൊണ്ട് ബ്രസീൽ റൗണ്ട് ഓഫ് 16-ലേക്ക് മുന്നേറിയിരിക്കുന്നു. ആദ്യം ഗോളടിച്ചത് ജപ്പാനാണെങ്കിലും രണ്ടാം പകുതിയിൽ ബ്രസീലിന്റെ ഗംഭീര തിരിച്ചുവരവാണ് കണ്ടത്. ഒരു ഗോളിന് പിന്നിൽ പോയ ബ്രസീൽ രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് മത്സരം കയ്യിലാക്കുകയായിരുന്നു. ഇനി റൗണ്ട് ഓഫ് 16-ലേക്ക് മുന്നേറിയ ബ്രസീലിനെ കാത്തിരിക്കുന്നത് നോർവേയോ ഐവറി കോസ്റ്റയോ ആയിരിക്കും. ഇതിൽ നോർവേയെ ലഭിക്കാനാണ് കൂടുതൽ സാധ്യത. നോർവേയോ ഐവറി കോസ്റ്റയോ ആയാലും ബ്രസീലിന് അത് വലിയ വെല്ലുവിളി സൃഷ്ടിക്കില്ല. ബ്രസീൽ അനായാസം തന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറും. ക്വാർട്ടർ ഫൈനലിൽ ഏറ്റവും കൂടുതൽ സാധ്യത മെക്സിക്കോയെയോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനോ ലഭിക്കാനാണ്. ഈ 2 ടീമുകളിൽ ഒന്നിനെ ബ്രസീലിന് ലഭിച്ചാൽ മത്സരം കടുപ്പമേറിയതാണെങ്കിലും ബ്രസീൽ വിജയിക്കാൻ വലിയ സാധ്യത തന്നെയുണ്ട്. ഇംഗ്ലണ്ട് ബ്രസീൽ പോരാട്ടത്തെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ആര് വിജയിക്കുമെന്ന ആകാംക്ഷയിലാണ് നിലവിൽ ഫുട്ബോൾ ലോകം. ബ്രസീൽ സെമിയിലെത്തിയാൽ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന പോരാട്ടം നടക്കും. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് റൗണ്ട് ഓഫ് 32-വിൽ ക്യാപ് വെർദെയാണ് എതിരാളികൾ. അർജന്റീന ക്യാപ് വെർദെയെ മറികടക്കുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം പ്രതീക്ഷിക്കുന്നത്. ഇനി റൗണ്ട് ഓഫ് 16-ലേക്ക് വന്നാലോ ഓസ്ട്രേലിയയോ ഈജിപ്തോ ആയിരിക്കും അർജന്റീനയുടെ എതിരാളികൾ. ക്വാർട്ടർ ഫൈനലിലും അർജന്റീനക്ക് വലിയ വെല്ലുവിളികളില്ല. ക്വാർട്ടർ ഫൈനലിൽ ഓസ്ട്രേലിയയോ സ്വിറ്റ്സർലാൻഡോ വരാനാണ് സാധ്യത. ഇതും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അർജന്റീന വിജയിക്കാൻ സാധ്യതയുള്ള പോരാട്ടമാണ്. ഇങ്ങനെ സംഭവിച്ചാൽ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന അർജന്റീന ബ്രസീൽ സെമി ഫൈനൽ പോരാട്ടം കാണാം. വമ്പന്മാരായ ബ്രസീലിന് ഏറ്റവും വലിയ വെല്ലുവിളികളൊന്നായിരുന്നു റൗണ്ട് ഓഫ് 32-വിലെ ജപ്പാനെ മറികടന്ന ബ്രസീലിന് ഇനി ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ കൂടിയാണ് കടുത്ത പോരാട്ടം നേരിടുക. ഈ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനോട് വിജയിച്ചാൽ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന അർജന്റീന ബ്രസീൽ സെമി ഫൈനൽ പോരാട്ടത്തിനായിരിക്കും ഫുട്ബോൾ ലോകം സാക്ഷിയാവുക. വലിയ അട്ടിമറികളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ഈ പോരാട്ടം കാണാം. അർജന്റീന ബ്രസീൽ സെമി ഫൈനൽ പോരാട്ടം. ഫൈനലിലേക്ക് ഒരു ടീം മാത്രമേ അവശേഷിക്കൂ. ഏതായാലും ഫുട്ബോൾ ലോകം കാത്തിരുന്ന പോരാട്ടത്തിന് വഴിയൊരുങ്ങുകയാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വേൾഡ് കപ്പിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.